ഒരു പേഷ്യന്റ് വന്നപ്പോൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം. സ്കാർ എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്ന് നേരത്തെ ഡയഗ്നോസ് ചെയ്ത ഒരു പേഷ്യന്റ് ആണ്. അതായത് LSCSന്റെ മുറിവിൽ എൻഡോമെട്രിയോസിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൊടുക്കാം, അത് പോയി കണ്ടാൽ അറിയാം എൻഡോമെട്രിയോസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പൊ എൻഡോമെട്രിയോസിസ് സ്കാറിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ പ്രഗ്നൻസിയെ തുടർന്ന് മറുപിള്ള ഒട്ടിയിരുന്നതിനാൽ ഗർഭപാത്രം പ്രസവത്തോടുകൂടി നീക്കം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് സ്കാർ എൻഡോമെട്രിയോസിസ് എന്താണ് കുറയാത്തതെന്നാണ് സംശയം. സ്കാർ എൻഡോമെട്രിയോസിസ് യൂട്രസ് നീക്കം ചെയ്തതുകൊണ്ട് മാറുകയില്ല പൂർണ്ണമായിട്ട്. മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാനും പാടാണ്. സ്കാർ എൻഡോമെട്രിയോസിന്റെ കാരണം മറ്റു എൻഡോമെട്രിയോസിസ് പോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴുള്ള പ്രശ്നമാണ്. ഹോർമോണൽ ചേഞ്ചസ് വന്നാൽ എൻഡോമെട്രിയോസിസിൽ ഉണ്ടാവുന്ന പ്രശ്നം കുറയ്ക്കാനായി യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് സാധിക്കുകയില്ല. ഓവറീസ് നിന്നാണ് ഹോർമോൺ വരുന്നത്, അതായത് അണ്ടാശയത്തിൽ നിന്നാണ് ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് സ്കാർ എൻഡോമെട്രിയോസിസ് സ്വതവേ തനിയെ പോവുകയില്ല.